സുന്നി എന്ന് പറഞ്ഞ സാധനം ഇന്ന് ആഗോളതലത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒക്കെ വഹാബികൾക്കിരിക്കപ്പെട്ടു. ആ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാം. നിങ്ങളെന്ത് സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല. എഴുതി വെച്ചോളൂ, സുന്നി എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ നാട്ടിലില്ലല്ലോ, സംശയം വേണ്ട. ഈ സെമി വഹാബിസം സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് ദേഷ്യമാണല്ലോ. എന്നിട്ട് അങ്ങനെ തന്നെ നടന്നത്. എത്ര ആദർശ സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല. സുന്നി എന്ന സാധനം 5 കൊല്ലം കൊണ്ട് മലയാളക്കരയിലുണ്ടാവില്ല. ഒരിക്കലുണ്ട്, ഇമ്പോസിബിൾ. ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടാകുകയില്ല. ഈ ആദർശ സമ്മേളനം നടത്തുന്നവർ പോലും എന്തായി മാറും? സെമി വഹാബികളായി മാറും. നിലവിൽ ആണ്. നീ കുറച്ചും കൂടി എന്നെ ചീത്തറിഞ്ഞാണേ, എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം നടക്കൂ, അതുറപ്പ്, നിസ്സംശയം. നിങ്ങൾ എന്നെ എത്ര ചീത്തറിഞ്ഞാലും അതേ നടക്കുള്ളൂ. അത് അങ്ങനെ തന്നെയാവും. സുന്നി എന്ന പിന്നെ വ്യക്തികളിൽ ഒതുങ്ങിയേക്കാം. ഏതെങ്കിലും സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ അവരവരുടെ വീടുകളിൽ ദർസ് നടത്തുകയോ മറ്റോ ചെയ്തേക്കാം. പള്ളിയിൽ ദർസ് നടത്താൻ പറ്റില്ല. ഒരു സുന്നി ദർസ് ഇനി പള്ളിയിൽ നടക്കില്ല. ഒരു സെമി വഹാബിസം മാത്രമായിരിക്കും പള്ളികളിൽ പോലും ഇനി ഉണ്ടാവുക. അത് ഒക്കെ നടപ്പിലാവും. ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി പോകും. ഞാൻ പറയാ, ഇത് നടന്നിരിക്കും. നിങ്ങൾ എന്ത് ആദർശ സമ്മേളനം നടത്തിയിട്ടും കാര്യമല്ല. മലയാളക്കരയിൽ സുന്നി ഉണ്ടാവില്ല 5 കൊല്ലം കൊണ്ട്. സെമി വഹാബിസം സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും. അത് AP ആണെങ്കിലും അല്ലാത്തതാണ്. എല്ലാവരും സുന്നി ആവില്ല. സുന്നി 5 കൊല്ലം കൊണ്ടില്ലാതെയാവും. ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? പാട് കാലം നമ്മൾ അഡ്ജസ്റ്റിന് തയ്യാറാകുകയാണ്. അഡ്ജസ്റ്റിന് തയ്യാറായി കഴിഞ്ഞാൽ സുന്നി ഇല്ലാതെയോ. സുന്നി അഡ്ജസ്റ്റിന് ചെയ്യാൻ പറ്റൂല. നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്ന തയ്യാറാണ്. അഡ്ജസ്റ്റാണ് പ്രശ്നം. തിരിച്ചു വരിക. ഞാൻ പിന്നെ വൈക്ക് പോയി തിരിച്ചു വരിക. ഞാൻ എൻ്റെ തൊള്ളയിലുള്ള ഇനി പറയില്ല, ഇനി അനുഭവിച്ചോളി. സുന്നി ഉണ്ടാവില്ല, നാട്ടിൽ സുന്നി ഉണ്ടാവില്ല. ത്വരീക്കത്തുകാർ പോലെ വഹാബികളായിരിക്കും. ത്വരീക്കത്തുകളിലൊക്കെ നല്ലൊരു ശതമാനം വഹാബികളാണ്. ത്വരീക്കത്തുകളൊക്കെ നല്ല ഖാദിരി, നക്ഷബന്ദി, എല്ലാ ത്വരീക്കത്തുകളും വഹാബിയാണ്. എല്ലാ ത്വരീക്കത്തുകളും വഹാബിസം കയറി പോയിട്ടുണ്ട്. അവർക്കാണ് ഇനി സ്വാധീനം ഉണ്ടാവുക ഇമാം മഹ്ദി വരുന്നത് വരെ. അപ്പം ഇമാം മഹ്ദിയെ വരുത്താതിരിക്കാനുള്ള എത്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം മഹ്ദി വരൂല എന്ന പേരിൽ എത്ര പ്രഭാഷണങ്ങളാണുള്ളത്. ഇമാം മഹ്ദി വരൂല എന്ന എത്ര പ്രഭാഷണങ്ങളുണ്ട്. എനിക്കിപ്പോൾ ഇമാം മഹ്ദി വന്നോളുന്നില്ല. അള്ളാഹു തആലക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വന്നോട്ടെ. എനിക്കിപ്പം മഹ്ദി ഇമാം വരണമെന്നോ, ഞാൻ വന്നു പോകണമെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇമാം മഹ്ദി വരുന്നത് വരെ ഇത് നേരെ നിർത്താൻ കഴിയില്ല. കാരണം അഡ്ജസ്റ്റ്മെൻ്റാണ് എല്ലാവർക്കും വേണ്ടത്. സുഖലോലുപത അത് തന്നെ. മാ അഖ്ഷ അലൈക്കുമുൽ ഫഖറ വലാകിന്നി അഖ്ഷ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി. അത് തന്നെ പ്രശ്നം. പിന്നെ ഒരാളുടെ മാത്തവൽക്കരിക്കുന്നതിന് ദീന് മാനദണ്ഡം ആക്കാതിരിക്കുക. ഒരാളെ മാത്തവൽക്കരിക്കുന്നതിന് ദീന് മാനദണ്ഡം ആക്കാതിരിക്കുക. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ തക്ബീറുകളോ നിങ്ങൾ കൽപ്പിച്ച് കുറേ തക്ബീർ ചെല്ലിയത് കൊണ്ടൊന്നും നാട്ടിൽ ദീൻ നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പണ്ട് വിഡ്ഢികളായി നടന്നിരുന്ന നിങ്ങൾക്ക് ഇപ്പോഴും വിഡ്ഢിത്തരം തലേന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് ഞാനിതിന് പറയുള്ളൂ. നിങ്ങൾ പണ്ടത്തെ വിഡ്ഢിത്തരം ഇപ്പോഴും പേറുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും നിങ്ങൾ ചിന്തിക്കണം.